കൊലക്കത്തിക്ക് താഴെ അഥവാ കൊലമരത്തിന്റെ താഴെ നിർത്തിയപ്പോ അബൂ സുഫിയാൻ അന്ന് മുസ്ലിം ആയിട്ടില്ല. ആ അബൂ സുഫിയാൻ അവരോട് ചോദിച്ചു, നശബ്തുകല്ലാഹ് യാ സയ്യിദ് അതുഹിബ്ബു അന്ന മുഹമ്മദൻ ഇൻദന അൽആന മകാനക ഫനദ്രിബ ഉനുഖഹു വഅന്നക ഫീ അഹ്ലിക. സുബ്ഹാനല്ലാഹ്. സഹാബത്തിന്റെ റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് മനസ്സിലാക്കണം നമ്മൾ. സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ കൊലക്കത്തി വെച്ച് ഈർന്നു മുറിക്കാൻ പോവുകയാണ്, കൊന്നുകളയാൻ പോവുകയാണ്. ആ നേരത്താണ് ശത്രുക്കളുടെ ചോദ്യം. അള്ളാഹനെ മുൻനിർത്തി ചോദിക്കട്ടെ, സയ്യിദേ അതുഹിബ്ബു, നീ ഇഷ്ടപ്പെടുന്നുവോ അന്ന മുഹമ്മദൻ ഇൻദനൽ ആന മകാനക, നിന്റെ നേതാവില്ലേ ആ മുഹമ്മദ്, ആ മുഹമ്മദിനെ ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഫനദ്രിബ ഉനുഖഹു, അദ്ദേഹത്തിന്റെ കഴുത്ത് ഛേദിച്ച് കളയും, വഅന്നക ഫീ അഹ്ലിക, സുരക്ഷിതമായിട്ട് നിന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാലോ. എന്താ അഭിപ്രായം? മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ചരിത്രത്തിലുള്ള ഒരു വാക്കുണ്ട്, വല്ലാഹ്. സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വല്ലാഹി മാ ഉഹിബ്ബു അന്ന മുഹമ്മദനിൽ ആന ഫീ മകാനിഹി അല്ലദീ ഹുവ ഫീഹി തുസീബുഹു ശൗകത്തുൻ തുഅദീഹി വഅന്നി ജാലിസുൻ ഫീ അഹ്ലി. സുബ്ഹാനല്ലാഹ്. എന്താ പറഞ്ഞതെന്നറിയോ? വളരെ ഗൗരവമുള്ള വാക്ക. അദ്ദേഹം പറയാണ്, വല്ലാഹി മാ ഉഹിബ്ബു, ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ലടാ, ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടൂല. എന്ത്? എന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ കൊണ്ടുവന്നിട്ട് അവിടുത്തെ കഴുത്ത് ഛേദിക്കുന്നത് പോയിട്ട് എന്റെ നേതാവ് ഇപ്പൊ എവിടെയാണോ ഉള്ളത് ആ പ്രദേശത്ത് അവിടെ ഇരുന്നു കൊണ്ട് അവിടുത്തെ കാലിൽ ഒരു ചെറിയ മുള്ള് നിറച്ചു എന്ന് ഞാൻ അറിയുന്നത് പോലും എനിക്ക് സഹിക്കാനാവില്ല. മനസ്സിലാക്കണം, അള്ളാന്റെ റസൂലിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് കഴുത്ത് ഛേദിക്കലല്ലേ നിങ്ങൾ ചോദിച്ചത്, എന്നിട്ട് എന്നെ വിടാന്നല്ലേ നിങ്ങൾ പറയണത്? എന്നാ ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ മുത്ത് മുസ്തഫ, എന്റെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അവിടുന്ന് ഇപ്പൊ മദീനയിൽ വിവരങ്ങളൊന്നും അറിയാതെ അവിടെ ഇരിക്കുക ഒരു സ്ഥലത്ത്. അള്ളാന്റെ റസൂൽ വിവരമൊന്നും അറിഞ്ഞിട്ടില്ല. അനുചരന്മാരെ കൊണ്ടുപോയി വളരെ ക്രൂരമായി തന്നെയുമില്ല പീഡനം നടത്തുന്ന വിവരമൊന്നും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിട്ടില്ല. ഖുബൈബ് റളിയല്ലാഹു അൻഹു മരിക്കാൻ പോകുന്ന നേരത്ത് അവിടെ വെച്ച് അല്ലാഹനെ വിളിച്ചു പറയുന്നുണ്ട്, അല്ലാഹുമ്മ അഖ്ബിർ അന്നാ നബിയക, അല്ലാഹുമ്മ അഖ്ബിർ അന്നാ നബിയക. അല്ലാഹുവേ, ഞങ്ങൾ അകപ്പെട്ട ഈ ദുരന്തത്തെക്കുറിച്ച് നിന്റെ നബിക്ക് നീ വിവരം കൊടുക്കണേ. മനസ്സിലാക്കണം സഹോദര, ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ അള്ളാന്റെ റസൂല് മദീനയിലുള്ള റസൂലിനെ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ എവിടെയാണെങ്കിൽ അവിടെയുള്ള ആ റസൂലിനെ ഞാൻ വിളിച്ചാൽ ആ വിളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കുമെന്ന് വന്നാൽ, എവിടെയാണോ അവിടുന്നുള്ളത് അവിടെയുള്ള നബിയെ ഞാൻ ദൂരെ നിന്ന് വിളിച്ചാൽ തന്നെ അള്ളാഹുവിന്റെ റസൂൽ കേൾക്കുമെന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ അവിടെ വെച്ച് ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു വിളിക്കും, നബിയെ ഞങ്ങൾ അപകടത്തിലാണ്, രക്ഷിക്കണം. ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു വിളിച്ചതാരെയാ? അല്ലാഹുമ്മ, അല്ലാഹുവേ, അഖ്ബിർ അന്നാ നബിയക, ഞങ്ങളെ ഈ അവസ്ഥയെക്കുറിച്ച് നിന്റെ നബിക്ക് നീ വിവരം കൊടുക്കണേ. അള്ളാഹുവിന്റെ വഹയിലൂടെ വിവരം അറിയിച്ചു കൊടുക്കുകയാണ്, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇവരൊക്കെ കൊന്നു കളഞ്ഞിട്ടുണ്ട് എന്ന്. സഹോദരന്മാരെ, പറഞ്ഞു വരുന്നത് സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, എന്റെ നേതാവിനെ ഇവിടെ കൊണ്ടുവരുന്നത് പോയിട്ട് ഞാൻ എന്റെ വീട്ടിൽ ഇരിക്കുമ്പോ തന്നെ, ഞാൻ എന്റെ വീട്ടിൽ സുരക്ഷിതനായിരിക്കുമ്പോ എന്റെ നേതാവിന്റെ കാലിൽ ഒരു മുള്ള് അവിടുന്നുള്ള സ്ഥലത്ത് വെച്ച്, എവിടെയാണോ അവിടുന്നുള്ളത് ആ സ്ഥലത്ത് വെച്ച് അവിടുത്തേക്കൊരു മുള്ള് തട്ടുന്നത് പോലും ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല, ഞാനത് ഇഷ്ടപ്പെടൂല. അവിടുന്ന് മക്കയിലുണ്ടല്ലോ, അല്ലെങ്കിൽ എവിടെയാണോ അവിടുന്നുള്ളത്, ഏത് പ്രദേശത്താണോ അവിടുന്നുള്ളത്, മക്കയുടെ ഏത് പ്രദേശത്ത് എവിടെയാണോ ഇപ്പൊ അവിടുന്നുള്ളത്, അവിടെ ഇരിക്കുമ്പോ ഒരു കാലിൽ മുള്ളു തറച്ചു എന്ന് കേൾക്കാൻ വരെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. ഇത് കേട്ടപ്പോ അബൂ സുഫിയാൻ പറയാണ്, സയ്യിദ് ബിൻ ദസ്ന റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ പ്രതികരണം കേട്ടപ്പോ അബൂ സുഫിയാൻ പറഞ്ഞ വാചകം നോക്കണം, മാ റഅയ്തു അഹദൻ മിനൻ നാസി യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. അദ്ദേഹം പറയണത് കേട്ടിട്ടേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരാളെയും കണ്ടിട്ടില്ല മുഹമ്മദിനെ അദ്ദേഹത്തിന്റെ അനുയായികൾ സ്നേഹിക്കും പോലെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്ന് അന്ന് ശത്രുവായിരുന്ന അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം പിന്നെ മുസ്ലിമായല്ലോ, അദ്ദേഹം വന്ന ആ സംഭവം പറയുന്നുണ്ട്. സഹോദരന്മാരെ,
നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സഹാബത്തിന്റെ സ്നേഹമായിരുന്നു അത്. അവർ ജീവനേക്കാൾ സ്നേഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇന്നും അതാ വളരെ മോശമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ് പലരും. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ലോകം കണ്ട അത്യുന്നതനായ മഹാരഥനായ നേതാവിനെ തെറി വാക്കുകൾ കൊണ്ട്, തെറി അഭിഷേകം കൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ നിന്ന് സോഷ്യൽ മീഡിയകളിലൂടെ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് നിരങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ. ലോകം കണ്ട ഏറ്റവും വലിയ കുടുംബ നായകനെ, സേനാ നായകനെ, പിതാവിനെ, ഭർത്താവിനെ, ഉപ്പയെ, പേരക്കുട്ടികളുടെ ഉപ്പൂപ്പയെ, രാജ്യത്തെ എല്ലാവരോടും നീതിയോടുകൂടെ വർത്തിച്ച ഏറ്റവും വലിയ നീതിമാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ, മിണ്ടാ പ്രാണികളോട് വരെ നിങ്ങൾ കരുണ ചെയ്യണം എന്ന് പഠിപ്പിച്ച മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ, സ്വന്തം ഭാര്യമാരോട് തുല്യമായി നീതി പാലിച്ച മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വിശക്കുന്നവന് വേണ്ടി ഓടി നടന്ന പ്രവാചകനെ, അതുപോലെ തന്നെ പാവങ്ങളുടെ കണ്ണീരൊപ്പുവാൻ വേണ്ടി ആവുന്നതെല്ലാം ചെയ്ത മഹാനായ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഭാഗം ആളുകൾ വിചാരിച്ചത് ആ സൂര്യ തേജസ്സിനെ, അതിന്റെ പ്രകാശത്തെ തടുക്കുവാനും തളർത്തുവാനും സാധിക്കും തങ്ങളുടെ കുപ്രചരണങ്ങൾ കൊണ്ട് എന്നാണ്. കേട്ടാൽ അറക്കുന്ന തെറികളാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് മുസ്ലിം നാമധാരികൾ എന്ന് പറയുന്ന ചില തെമ്മാടികൾ വിസർജിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. വിമർശിച്ചോട്ടെ, ആർക്കും എന്തും പറയും, സ്വാതന്ത്ര്യമുള്ള ലോകമാണല്ലോ ഈ ലോകം, പരലോകം വരാനിരിക്കുന്നു. പക്ഷെ നമുക്കൊരു കടമയുണ്ട്, മഹാനായ നമ്മുടെ നേതാവിനെ നമ്മൾ അറിയണം. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ധാർമ്മിക ജീവിതം, അവിടുത്തെ കുടുംബ ജീവിതം, അവിടുത്തെ മുഴുവൻ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിശുദ്ധിയുടെയും പവിത്രതയുടെയും ഏറ്റവും ഉത്തുംഗമായ പദവിയിൽ വിരാജിച്ച മഹാനായ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ വ്യക്തമായ വിശുദ്ധമായ ആ വ്യക്തിത്വത്തെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടുന്ന ബാധ്യത ജീവിച്ചിരിക്കുന്ന നമുക്കുണ്ട്. അത് നമുക്ക് നമ്മുടെ നബിയോടുള്ള മഹബ്ബത്തിന്റെ ഭാഗമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ഇത്തരത്തിൽ സോഷ്യൽ മീഡിയകളിലൂടെ കേട്ടാൽ അറക്കുന്ന തെറിപ്പാട്ടുകളും അത്തരത്തിലുള്ള വാചകങ്ങൾ കൊണ്ട് മഹാനായ നേതാവിനെ പലരും കൊത്തിപ്പറിക്കാൻ ഒരുങ്ങുമ്പോൾ ആളുകൾക്ക് മുമ്പിൽ ആ വിശുദ്ധമായ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് വളരെ വ്യക്തമായി വിശദീകരിച്ചു കൊടുക്കുവാനും, ഇങ്ങനെ മഹാനായ ഈ വ്യക്തിത്വത്തെ ചെളിവാരി എറിയാൻ ശ്രമിക്കുന്നവരുടെ അധാർമികതയുടെ ആഴവും അവരുടെ തെമ്മാടിത്തത്തിന്റെയും അവരിൽ കുടിക്കൊള്ളുന്ന അശ്ലീലതകളുടെയും തോന്നിവാസങ്ങളുടെയും ആഴവും എത്രയാണെന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും ഉദ്ദേശിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഞായറാഴ്ച തിരൂരിൽ വെച്ച് ഡയലോഗ് എന്നൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിലെ വിഷയം മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ധാർമ്മികതയും കുടുംബജീവിതവും, പവിത്രമായ അവിടുത്തെ ചരിത്രം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുവാനുള്ള ഏറ്റവും പഠനാർഹമായ ഒരു പരിപാടിയാണ്. ആഴമേറിയ ഒരു പഠനത്തിന്റെ സംരംഭമാണത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഞാൻ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, 4:30 മണിക്കാണ് വരും ഞായറാഴ്ച പ്രോഗ്രാം നടക്കുന്നത്. ഇന്ത്യൻ സമയം 4:30 മണി, നമ്മുടെ 3 മണിയായിരിക്കും. ആ സമയം മുതൽ നിങ്ങൾ ലൈവ് കാണണം, ആ പ്രോഗ്രാം കാണണം, അതിൻ്റെ ലിങ്ക് നിങ്ങൾ തേടിപ്പിടിച്ചത് കാണണം. നിങ്ങൾ മനസ്സിലാക്കണം, അത് അറിഞ്ഞിട്ടില്ലാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ ഭാഗമാണത് എന്ന് സാന്ദർഭികമായി ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്.